സെൽ ദ പ്രോബ്ലം യു സോൾവ്, നോട്ട് ദ പ്രൊഡക്റ്റ്. ഇത് ബിസിനസ് ലോകത്തുള്ളൊരു വലിയൊരു അർത്ഥവത്തായിട്ടുള്ളൊരു വാക്യങ്ങളാണ്. ഇതാരാ പറഞ്ഞതെന്നൊന്നും അറിയില്ല. പക്ഷെ ഇതിൽ പറയണത് സെൽ ദ പ്രോബ്ലം. ഇത് ഒരു കസ്റ്റമർക്ക് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴും ആ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനോ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്ത എന്ത് കാര്യം ആയിക്കോട്ടെ, അതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എന്തായിരിക്കും വാട്ടർ മെറ്റീരിയൽസ്, അതിന് പകരം ആ ഒരു പ്രൊഡക്റ്റ് വഴി അദ്ദേഹത്തിൻ്റെ എന്ത് പ്രോബ്ലം ആണോ സോൾവ് ചെയ്യാൻ പോകുന്നത്, അദ്ദേഹത്തിൻ്റെ എന്ത് കാര്യമാണ് ഈസി ആക്കാൻ പോകുന്നത്, അത് വിൽക്കുക. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ബിസിനസ് ചൂസ് ചെയ്തത് എൻ്റെ കരിയറായിട്ട്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ഞാൻ ബിസിനസ്സുകാരനാവാൻ ആഗ്രഹിക്കുന്നു. സോ നമുക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലുക്കിംഗ് മൈ ഗോൾ ബിക്കമിങ് എ മില്യണയർ. മില്യണയർ ആവാൻ നമുക്ക് ബിസിനസ് തന്നെ ചെയ്യണമെന്നുള്ള ഒരു നിബന്ധന ഒന്നുമില്ല. പക്ഷേ ഡാറ്റ നോക്കുകയാണെങ്കിൽ 88% of the millionaires are made their wealth through doing business or entrepreneurship. അവർ ബിസിനസ് വഴിയാണ് അവരുടെ വെൽത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ അവർ മില്യണേഴ്സായി. ഇപ്പോൾ ഉള്ള കറൻറ്റിലുള്ള ഡാറ്റയാണ്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇവർ 5 പേര് മാത്രമല്ല, ഇവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ബിസിനസ് ത്രൂ ആണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് വർക്ക് ലൈഫ് ബാലൻസ്. വർക്ക് ലൈഫ് ബാലൻസ് സത്യം പറഞ്ഞാൽ 9 to 5 ഉള്ളത്. ബട്ട് നമ്മൾ ഓൺട്രപ്രണർഷിപ്പിൽ എങ്ങനെ അത് നമ്മൾ എൻജോയ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിടക്കാം. In the case of 9 to 5, scheduling is one of the main thing happening in our life or to be happened. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സ്കെഡ്യൂൾ ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പം അത് 9 to 5 കേസിലാവുമ്പോൾ അത് ഫിക്സഡാണ്. അവർക്ക് ഇത്ര ടൈം ആകുമ്പോൾ കമ്പനി എത്തണം, ചെക്ക് ഇൻ ചെയ്യണം, പിന്നെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഓൺട്രപ്രണർഷിപ്പിൽ അത് ഫ്ലെക്സിബിളാണ്. അവർക്ക് ചിലപ്പോൾ എക്സ്ട്രാ വേണമെങ്കിൽ എൻജോയ് ചെയ്യാൻ ടൈം മാറ്റി വെച്ചാലും ചിലപ്പോൾ ആ ടൈമിലേക്ക് വർക്ക് വന്നിരുന്നു വരാം. ആൻഡ് നെക്സ്റ്റ്, ബൗണ്ടറി. ഇൻ ദ കേസ് ഓഫ് 9 to 5, ബൗണ്ടറീസ് ആർ ക്ലിയർ. ആൻഡ് in the case of entrepreneurship is blur. അത് ബ്ലറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 to 5 ചെയ്യുന്ന ഒരാൾക്ക് ഇത്ര ടൈമിനുള്ള വീട്ടിലെത്തിയാൽ അദ്ദേഹത്തിന് ഇത്ര ടൈം ഫാമിലിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് ബിസിനസ്സിലേക്ക് അടുക്കുമ്പം അവർക്ക് ചിലപ്പോൾ രാത്രി അവർ ഭയങ്കര ടയേർഡായി വീട്ടിലെത്തിയാലും അവർക്ക് മേ ബി ആ വർക്ക് പെട്ടെന്ന് അർജൻറ്റ് കോളൊക്കെ വന്ന് പോകേണ്ടി വരും. അതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ബ്ലറാണ് അവരുടെ ലൈഫിൽ. അവർക്ക് സ്ട്രെസ്സിൽ ഇത് നോക്കുമ്പോൾ 9 to 5 ബിസിനസ്സിനെ അപേക്ഷിച്ച് കുറവാണ്. ബട്ട് ബിസിനസ്സിലുണ്ട് അതുപോലെ ഫുൾഫിൽമെൻറ്റ്. ഇൻ ദ കേസ് ഓഫ് 9 to 5 സ്റ്റേബിളാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബിസിനസ് ദാറ്റ് ഈസ് വെരി സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. നമുക്കൊരു പ്രൊജക്റ്റ് സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഹയർ റിസ്ക് വേഴ്സസ് റിവാർഡ്, ഇതൊരു ബാറ്റിൽ ഫീൽഡാണ് സത്യം പറഞ്ഞാൽ. സോ ഇതിൽ എങ്ങനെ
നമ്മളൊരു ഈ ഒരു ബിസിനസ്സിൽ ഇപ്പോൾ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ബിസിനസ്സിലല്ല 9 to 5 വർക്ക് ലൈഫ് ബാലൻസ് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ കഴിയാം. പക്ഷേ നമുക്ക് ഒരു പ്രോപ്പർ സിസ്റ്റം ബിൽഡ് ചെയ്താൽ നമുക്ക് നല്ല രീതിക്ക് ഈ ഓൺടർപ്രണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഹിയർ ഈസ് ഹൗ എന്നുള്ളതിന് നമ്മൾ സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം, അതുപോലെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അത് മൂന്നാമത് ഡെലിഗേഷൻ. ഈ ഒരു 3 സംഭവങ്ങൾ നമ്മൾ പ്രോപ്പർലി ആക്റ്റീവ്ലി മാനേജ് ചെയ്ത് പോയാൽ ഈ ഒരു ബിസിനസ് നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ആൻഡ് നെക്സ്റ്റ് തിങ് ഓഫ് why I want to become a businessman. That is, I have to give my surrounding equity over equality. So ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇവിടെ ഫസ്റ്റത്തെ ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഈക്വാലിറ്റി പറയുമ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ആൾക്ക് ഫുൾ ഗ്രൗണ്ട് കാണാൻ കഴിയുന്നുണ്ട് സുഖത്തിൽ, രണ്ടാമത്തെ ആൾക്ക് കാണാൻ സാധിക്കും, മൂന്നാമത്തെ ആൾക്കോ അങ്ങനെ കഴിയില്ല. പക്ഷെ ഇതിതോ മറ്റേ ഇക്വിറ്റി പറയുമ്പോൾ ഇവർ 3 പേർക്കും അവർക്ക് എന്താണോ വേണ്ടത് അതാണ് അവിടെ കൊടുക്കുന്നത്. സോ ദ പോയിന്റ് പറയുന്നത് ലൈഫിൽ നമ്മൾ പല ആൾക്കാരായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. എക്സാമ്പിൾ മൈ പാരൻസ്, അതുപോലെ സിബ്ലിങ്സ്, ഫ്രണ്ട്സ്, കസിൻസ്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണോ വേണ്ടത് അത് അവർക്ക് കൊടുക്കണം. മേ ബി പാരൻസിന് ആണെങ്കിൽ അവർക്കവിടെ കെയറിങ് ആവാം, അതുപോലത്തെ കാര്യങ്ങളാവാം. ബട്ട് സിബ്ലിങ്സിൻ്റെ കേസിൽ അവർക്ക് വേണ്ട സപ്പോർട്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് മാനേജ് ചെയ്ത് പോകാൻ ബിസിനസ്സിലാണ് ഞാൻ വിചാരിച്ചിട്ട് ബിസിനസ്സിലെ എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും സംഭവം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ബിസിനസ് എന്നുള്ളത് എൻ്റെ കരിയറായി ചൂസ് ചെയ്യാൻ കാരണം. സോ ദ മെയിൻ തിങ് അവളെപ്പോഴും ഹാപ്പി ആയിരിക്കണം. എന്ത് നമുക്കൊരു വലിയ ലോഡായി തോന്നരുത്, അതായിരിക്കണം എപ്പോഴും വേണ്ടത്. പിന്നെ നമ്മൾ ജീവിക്കുകയാണെന്നുള്ളൊരു തോന്നൽ കിട്ടണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം. ആൻഡ് വൺ ഓഫ് ദ തിങ് ഈസ് ദ 4th പോയിന്റ്, ഐ ലവ് ബിസിനസ്. നമ്മൾ സാധനം കൊടുത്ത് ഒരാളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് അവരെ ഒരു സ്മൈല്, അവരൊരു ചെറിയൊരു പുഞ്ചിരി കണ്ടാൽ നമുക്ക് ഹാപ്പി ആവും. അതാണ്. ആൻഡ് ഇത്രേ ഉള്ളൂ. എന്താ പോയിന്റ്, ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഹൗ ടു ബിൽഡ് എ സിസ്റ്റം. ഞാൻ പറഞ്ഞ പോലെ ഈ ബിസിനസ്സിൽ നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ വി നീഡ് എ പ്രോപ്പർ സിസ്റ്റം. ആൻഡ് ഇൻ മൈ കേസ് ഒരു സ്റ്റഡീസിന് കൂടെ മുന്നോട്ട് പോകണം. സോ നമ്മളൊരു നല്ലൊരു അങ്ങനെ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ കൂടിക്കോളി. ഒരു മില്യണറാണ് ഇവിടെ വളർന്നു വന്നിരിക്കുന്നത്, വളർന്നു കൊണ്ടിരിക്കുന്നത്.